വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് എളുപ്പത്തിലൊരു പിസ്സ റെഡിയാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് ചിക്കൻ്റെ എല്ലില്ലാത്ത പീസസ് എടുത്തിട്ടേ ചെറുതാക്കി കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് മസാല ചേർക്കാമേ. കുരുമുളക് പൊടി, മുളക് പൊടി, അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഉപ്പ്, പിന്നെ ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാമേ. എന്നിട്ട് അതിനൊരു 10 മിനിറ്റെങ്കിലും മാറ്റി വെക്കുകയാണെങ്കിൽ നല്ലത്. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുള്ളതാണ്. ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചേക്കുന്നത്. ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കിത് ഓവർ സ്പൈസി ആവേണ്ട, ഓവർ ക്രിസ്പി ആവേണ്ട, ആ രീതിയിലാണ് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിനെല്ലാം നേരത്തെ ഇട്ടതിന് ശേഷം തീ കുറച്ച് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവേ. എന്നിട്ട് അതിനെ നമുക്ക് ഒരു ഹാഫ് കുക്കായി കഴിയുമ്പോഴത്തേനും മറിച്ചിടുക. എന്നിട്ട് അത് നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്കിനും അതിനെ നമുക്ക് കോരി മാറ്റി വെക്കാമേ. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എടുക്കാം. ഞാനിവിടെ ക്യാപ്സിക്കം, ടൊമാറ്റോ, ക്യാരറ്റ്, ഒരു സവാള, ഇത്രയാണ് എടുത്തേക്കുന്നത്. ഇതിന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാമേ. ഞാനിവിടെ ക്യാരറ്റ് ചെറിയ പീസസ് ആക്കി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇതിവിടെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ വെജിറ്റബിൾസ് വലിയ ഇഷ്ടമല്ല. അതുകൊണ്ട് ചെറിയ മാക്സിമം ചെറുതായിട്ടാണ് ഞാനത് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ സവാളയാണെന്നുണ്ടെങ്കിലും എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തു. നിങ്ങൾക്ക് ഇതിനകത്ത് എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ആഡ് ചെയ്യാമേ. ഇത്ര ആഡ് ചെയ്യണം നിർബന്ധമില്ല. ഞാൻ കുറച്ചിത് ഹെൽത്തി ആയിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിനകത്ത് ഏറെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടത്. ഇങ്ങനെ കൊടുത്തെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കത്തുള്ളൂ, അതാണ്. അപ്പോൾ ഞാൻ ഇതിനെല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ഇൻഗ്രീഡിയൻസ് ആക്കിയിട്ട് നമ്മളിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഇനി നമുക്ക് ആവശ്യം വേണ്ടത് ബ്രെഡാണ്. ബ്രെഡിനെ എടുത്തിട്ട് അതിൻ്റെ എഡ്ജ് പോർഷൻ ഉണ്ടല്ലോ, അതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാമേ. അപ്പോൾ എത്രയാണോ നമ്മൾ പിസ്സ റെഡിയാക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ളത് ആദ്യമേ കട്ട് ചെയ്ത് മാറ്റി വെക്കാം നമുക്ക്. അപ്പം നമ്മളിവിടെ ഒരു 4-5 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ലെയർ ചെയ്യാമേ. ആദ്യമേ ബ്രെഡിൻ്റെ മേലെ നമുക്ക് പിസ്സ സോസ് വാങ്ങാനായിട്ട് കിട്ടും. അത് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ റെഡിയാക്കാൻ പറ്റുമേ. അങ്ങനെ സോസ് നമ്മൾ ഈവനായിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഇതിനകത്തേക്ക് വെജിറ്റബിൾസ് ഫില്ല് ചെയ്യാമേ. എല്ലാ വെജിറ്റബിൾസും ലെയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇതിങ്ങനെ കൂന പോലെ വരുമ്പോഴത്തേക്കിനും ചെറുതായിട്ട് അതിങ്ങനെ താഴെ പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നോക്കി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്തതനുസരിച്ചിട്ട് ഇതിനെ ലെയർ ചെയ്തെടുക്കാമേ. ടോപ്പ് പോർഷനിലായിട്ട് നമ്മളിതിൻ്റെ ചിക്കൻ പീസസ് നേരത്തെ വറുത്ത് മാറ്റി വെച്ചില്ലേ, ആ ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചീസ് സ്ലൈസ് വേണേ. അപ്പോൾ ഈ ഷീറ്റായിട്ട് വാങ്ങാനായിട്ട് കിട്ടും, അതും കൂടെ ഇതിൻ്റെ മേലെ വെച്ചു. ഇനി നമുക്ക് ഇതൊന്നല്ലെങ്കിൽ ഓവനിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓവൻ ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പാൻ അടുപ്പത്ത് വെക്കുക. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് ബട്ടർ ഒഴിക്കുക. ബട്ടർ ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ബ്രെഡിനെ എടുത്ത് അതിൽ വെച്ചിട്ട് മൂടി വെച്ചൊരു 1 മിനിറ്റിന് താഴെ വേവിച്ചാൽ മതിയേ. എന്നിട്ട് നമുക്കത് 1 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേനും തുറന്ന് നോക്കുമ്പോഴത്തേനും ആ ചീസൊക്കെ നല്ലതായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പിസ്സ ഫൈനലി വരുന്നത്. നല്ല ഈസിയാണ്, നമുക്ക് വീട്ടിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലുള്ളത് വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ്. സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്